മലയാളം BB6 തുടങ്ങാനായിട്ട് ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നമുക്കറിയാം പല കാര്യങ്ങളും ഇത്തവണ ബിഗ് ബോസ് വളരെ സീക്രട്ടായിട്ടാണ് ചെയ്തിരുന്നത്. ബിഗ് സർപ്രൈസുകളാണ് ബിഗ് ബോസ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതെല്ലാം തന്നെ അതീവ രഹസ്യമായി തന്നെ ബിഗ് ബോസ് സൂക്ഷിക്കുന്നു എന്നുള്ളതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. നമുക്കറിയാം കഴിഞ്ഞ സീസണുകളിലൊക്കെ തന്നെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാനായിട്ട് സാധിച്ചിരുന്നു. പക്ഷേ ഇത്തവണ പരമാവധി സീക്രട്ടായിട്ടാണ് ബിഗ് ബോസ് എല്ലാ കാര്യങ്ങളും നീക്കുപോക്ക് ചെയ്യുന്നത്. എന്തിനേറെ പറയുന്നു, മത്സരാർത്ഥികളുടെ പേരുകൾ പോലും ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുവരെ ഇങ്ങനെ കുറേ ഊഹാഭോഹങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ ഒരു അറിവ് പ്രേക്ഷകർക്ക് ലഭിച്ചിരുന്നില്ല. എന്തായാലും ഇപ്പോൾ കൃത്യമായൊരു അറിവ് വന്നിട്ടുണ്ട്. എത്ര പേരാണ് പങ്കെടുക്കുന്നത്, ആരൊക്കെയാണ് എന്നൊക്കെയുള്ള ഒരു അറിവ് ഏകദേശം ഇപ്പോൾ നമുക്കറിയാം ഒരു 99% പുറത്തേക്ക് വന്നിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 6ൻ്റെ വീട്, ഹൗസ് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് എങ്ങനെയായിരിക്കും ആ വീടെന്ന് കാണാനായിട്ട്. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് 4 ബെഡ്റൂമുകളുണ്ട് എന്നൊക്കെയുള്ള സ്പെഷ്യൽ കാര്യങ്ങൾ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വീട് കാണാനായിട്ട് അതിമനോഹരമാണ്. അതിൻ്റെ ഫോട്ടോസുകളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതുവരെ നമുക്കതൊന്നും കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഫോട്ടോസുകളും പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ വീടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞു. അവരെ നമുക്കിന്ന് 7 മണിക്ക് മുതൽ കാണാനായിട്ട് സാധിക്കും അവരാരൊക്കെയാണ് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 5ലെ മത്സരാർത്ഥികൾ സീസൺ 6ലേക്ക് എത്തിയാലോ? അങ്ങനെ ഒരു ന്യൂസും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും അവർ മത്സരിക്കാനല്ല എത്തുന്നത്, അവിടെ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വരുന്നു എന്നാണ് നമുക്ക് പുറത്തേക്ക് വരുന്ന വിവരം. ബിഗ് ബോസ് സീസൺ 5ലെ കുറച്ച് മത്സരാർത്ഥികൾ, എല്ലാവരും എത്തുന്നില്ല, കുറച്ച് മത്സരാർത്ഥികൾ, അഖിൽ മാരാർ എത്തുന്നുണ്ട്, അതുപോലെ തന്നെ റെനീഷ, സെറീന, അതുപോലെ ജുനൈസ്, റിനോഷ്, ശോഭ, നാദിറ, പിന്നെ ഷിജു, ഇത്രയും പേര് വരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നറിയില്ല. എന്തായാലും ജുനൈസും റിനോഷൊക്കെ ലാലേട്ടനൊപ്പം ഇരിക്കുന്ന ഫോട്ടോസൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ എന്തായാലും ലാലേട്ടൻ്റെ അടുത്ത് അവർ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അവരെല്ലാവരും തന്നെ ഗസ്റ്റായിട്ട് എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അവരെന്തായാലും ഹൗസിനുള്ളിലേക്ക് കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രം നമുക്ക് അത്ര അറിയില്ല. എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാനായിട്ട് ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ കാത്തിരിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി മത്സരാർത്ഥികൾ ആരാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാനും. എന്നിരുന്നാലും ഇപ്പോൾ എത്തുന്ന മത്സരാർത്ഥികളുടെ കുറച്ച് പേരുടെ പേരൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. കൃത്യമായിട്ട് ഒരു 18 പേരുടെ പേരുകൾ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അവരുടെ പേരുകൾ പറയാം. ഗബ്രിയേൽ ആക്ടറാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർ പ്രവീൺ, അതുപോലെ അസിറോക്കി പബ്ലിക് ഫിഗറാണ്, അതുപോലെ തന്നെ സിജോ ടോക്സിലെ സിജോ, പിന്നെ ഫിറ്റ്നസ് ട്രെയിനറായിട്ട് ജിൻഡോ, അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഉപ്പുമുളകിലത്തെ ഋഷി, പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടുള്ള ജാൻമണി, ജാസ്മിൻ ജാഫർ, ശരണ്യ ആനന്ദ്, കുടുംബവിളക്ക് സീരിയലത്തെ താരമാണ് ശരണ്യ ആനന്ദ്, അതുപോലെ തന്നെ സ്വാന്തനം സീരിയൽ താരം അപ്സര ആൽബി, യമുന റാണി സീരിയൽ ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ കോമണറായി വരുന്ന 2 പേരുടെ പേരുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, രശ്മിൻ ബായിയും നിഷാനയും. അതുപോലെ തന്നെ ജേർണലിസ്റ്റായിട്ടുള്ള രാധിക നായർ, അതുപോലെ ജസീല പ്രവീൺ ആർട്ടിസ്റ്റ്, അതുപോലെ തന്നെ അമ്മയറിയാതെ സീരിയൽ ഫെയും ശ്രീതു കൃഷ്ണൻ, പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ മകളായിട്ട് അഭിനയിച്ച അൻസിബ, പിന്നെ ആക്ടറല്ല ആങ്കറായിട്ടുള്ള പൂജാ കൃഷ്ണൻ, ആങ്കറായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പൂജാ കൃഷ്ണൻ. ഇത്രയും പേരുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇവരെല്ലാം കൺഫേംഡ് ആണെന്നാണ് എന്തായാലും പറഞ്ഞു കേൾക്കുന്നത്. ഇനി ഈ എക്സ്ട്രാ 2 പേരും കൂടി ഉണ്ടോ എന്നുള്ളൊരു കാര്യം സംശയമുണ്ട്. 20 മത്സരാർത്ഥികളാണോ എന്നുള്ളൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഇതുവരെ വ്യക്തതയായിട്ടില്ല. എന്തായാലും ഇനി ബിഗ് ബോസ് സീസൺ 6 തുടങ്ങാനായിട്ട് വെറും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം.